കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളോടൊപ്പം BJPയുടെ നേതാവ് പ്രകാശ് ബാബു ഉണ്ട്. എങ്ങനെയാണ് ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വികസനത്തിനുള്ള വോട്ടാണ്. ഇടതു വലതു മുന്നണികളുടെ അവിശുദ്ധ സഖ്യത്തിനെതിരെയുള്ള വോട്ടാണ്. ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ചതിനെതിരെയുള്ള വോട്ടാണ്. കോഴിക്കോട് നഗരഹൃദയത്തിലെ മുഴുവൻ സീറ്റും BJP പിടിച്ചെടുത്തിരിക്കുന്നു. സിറ്റിയിലെ മുഴുവൻ സീറ്റും BJP പിടിച്ചെടുത്തിരിക്കുന്നു. കോഴിക്കോട് സിറ്റിയിലെ 7 സീറ്റും BJP പിടിച്ചെടുത്തതിന്റെ അർത്ഥം വികസനത്തിനുള്ള വോട്ടാണ്. ഒരു വർഗീയ ഭീകരവാദ സംഘടനകളുടെ കൂട്ടുകെട്ടിനും കോഴിക്കോടിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ളതിന്റെ തെളിവാണ് മുസാഫർ അഹമ്മദ് വരെ തോറ്റത്, നിയാസ് വരെ തോറ്റത്. അതിന്റെ കാരണമാണ് ഈ പിന്തുണ. വരും കാലങ്ങളിലും കോഴിക്കോട്ടെ ജനത BJPക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ നോക്ക്, മാവൂർ റോഡ്, തിരുത്തിയാട്, പൊറ്റമ്മൽ, ചാലപ്പുറം, ഇതാ നഗരഹൃദയം, എല്ലാം BJP, എല്ലാം ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിനും കോഴിക്കോടിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനമാണ് ഈ വിജയം. എങ്ങനെയാണ് ഇപ്പം കോർപ്പറേഷന്റെ ഒരു മുന്നേറ്റം തന്നെ എന്ന് പറയുന്നത് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ്. വിജയം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പം അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് പോകുന്നത്. അല്ല, ഞങ്ങൾ മുഴുവൻ ഫലവും വരട്ടെ. നിലവിൽ 7 സീറ്റുള്ള BJPക്ക് ഇപ്പോൾ 14 സീറ്റായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഉറച്ച സീറ്റുകൾ വരാനുണ്ട്. മുഴുവൻ വന്നു കഴിഞ്ഞാൽ LDFിൻ്റെയും UDFിൻ്റെയും ക്രോസ് വോട്ടിൻ്റെ കണക്കടക്കം ഞങ്ങളിപ്പോൾ പുറത്തുവിടും. ഒരാഴ്ച മുമ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയ കണക്കടക്കം ഞങ്ങൾ പുറത്തുവിടും. ഇതെല്ലാം കളിച്ചിട്ടും ഞങ്ങൾ ഇത്ര വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കരുത്താണ്. കണ്ടില്ലേ, RSSന് പട്ടികളെന്ന്. ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം. നേർ വന്ന് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധിക്കാത്ത വിജയിച്ച സ്ഥാനാർത്ഥികളുടെ മുന്നിൽ നിന്നും RSSന് പട്ടികളെ എന്ന് വിളിക്കാനുള്ള ആ മനക്കരുത്ത്, അത് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയ. ഞങ്ങൾ അതൊന്നും പറയുന്നില്ല.